അസാക്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നതേ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ, ഞാനൊരു മൽഗോവ മാവ് നട്ടിട്ടുണ്ട്, 3 വർഷമായി, അത് ഇത്തവണ പൂത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ. അതിപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയേ. ഒത്തിരി മാങ്ങയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ, ആകെ 7 മാങ്ങയാണ് പിടിച്ചിരുന്നത്. അതിലൊരെണ്ണം ഞങ്ങൾ ഒന്ന് താങ്ങ് കൊടുത്ത് നിർത്താൻ പോയപ്പോഴത്തേക്ക് അതും ഒടിഞ്ഞു പോയി. പിന്നെ 6 മാങ്ങ നിൽപ്പുണ്ട്. അപ്പോൾ അത് പറിച്ചെടുക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയേ. ഇത് മൽഗോവ തന്നെയാണോ എന്നറിയില്ല. നമ്മൾ മൽഗോവ മാവാണെന്നും പറഞ്ഞാൽ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് നട്ടത്. കറക്റ്റ് 3 വർഷമായപ്പോഴത്തേക്കും കായും പിടിച്ചു. അപ്പോൾ നമുക്കത് നോക്കാം. മുഴുവനായിട്ട് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. ഇതാട്ടോ നമ്മുടെ മൽഗോവ മാവ്. കണ്ടോ, മാങ്ങ നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ദേ ഒരു മാങ്ങ, ദേ ഒരു മാങ്ങ. ഇവിടെ 2 എണ്ണം, 2ആയി. അവിടെ 3 കാണാമോ? ഇത് കണ്ടോ, 3ാമത്തെ മാങ്ങ. ഇതൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ, മഞ്ഞ കളറൊക്കെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ താഴെയാണ് ഒരെണ്ണം നിൽക്കുന്നത്. താഴെ കണ്ടോ, ഒരെണ്ണം താഴെ വീണ് പോയി. ഇത് കണ്ടോ, ഈ ഞെട്ടേ നിന്നിരുന്ന മാങ്ങയാണേ. ഞാനിതൊന്ന് പറിക്കാമെന്നും കരുതി വന്നപ്പോൾ താഴെ വീണ് പോയി. ഇതാണ് നമ്മുടെ മൽഗോവ മാങ്ങ. വിളഞ്ഞു കേട്ടോ, നന്നായിട്ട് വിളഞ്ഞിരിക്കുക. പഴുക്കാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ 2-3 ദിവസം ഇത് വെളിയിലിരുന്നാലേ പഴുക്കുമായിരിക്കും. പിന്നെ വേറെ നിൽക്കുന്നുണ്ടോ? നമ്മുടെ 6ാമത്തെ മാങ്ങ. 7 മാങ്ങയാണ് ഉണ്ടായിരുന്നത്. അതിലൊരെണ്ണം നമ്മൾ പറിക്കുമല്ല, ആ വാച്ചാലിനോട് കണ്ടോ, വാച്ചാലിനകത്തോട്ടാണ് കിടക്കുന്നത്. ഇത് കണ്ടോ, താഴെ വെള്ളമാണ്. അപ്പോൾ അതിനകത്ത് വീഴാതിരിക്കാൻ വേണ്ടി ഇത് പിടിച്ച് മാറ്റി വെക്കാൻ നോക്കിയതാണ്. അതിൻ്റെ ഞെട്ടം കടന്നു പോയി. അതപ്പോൾ പഴുത്തു. മധുരം ഇച്ചിരി കുറവായിരുന്നു, എനിക്കൊന്ന് വിളയാഞ്ഞിട്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വിളിച്ച് ഇത് നന്നായിട്ട് വിളഞ്ഞിട്ട് എടുത്ത് മുറിച്ചാൽ മതി എന്ന് കരുതി. അപ്പോൾ ഇന്ന് വന്ന് നോക്കിയപ്പോൾ ഒരെണ്ണം താഴെ വീണ് കിടക്കുന്നു. അപ്പോൾ നന്നായിട്ട് വിളഞ്ഞതാണ്. അപ്പോൾ ഞാൻ കരുതി ഇതിനി മുഴുവൻ പറിക്കുന്നതിന് മുമ്പേ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാം. ഒരു സന്തോഷം, ആദ്യമായിട്ടുണ്ടായ മാങ്ങയല്ലേ. അപ്പോൾ നിങ്ങളെയൊക്കെ ഇത് കാണിക്കാമെന്ന് കരുതി. ഇനിയിപ്പോൾ ഇത് പഴുത്തിട്ട് മുറിക്കുന്നത് ഞാൻ കാണിക്കാം കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.